ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ അധികാരത്തിലിരുന്ന LDF സർക്കാരുകളാണ് പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും പ്രവാസി ക്ഷേമത്തിന് കേരളത്തിൽ ഇടതുപക്ഷം തുടരണമെന്നും കേരള പ്രവാസി സംഘം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ. നമുക്കറിയാം, വീട്ടമ്മമാർ മുതൽ യൂസഫ് അലി മേനൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കേരള നിയമസഭക്കകത്ത് ഇരുത്തിക്കൊണ്ട് പ്രവാസികളുടെ ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്ന രീതിയിലേക്ക് കേരള ലോകസഭ എന്ന നിലയിൽ ഇടപെട്ടു. ഞാനൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. മുഖ്യമന്ത്രി കേരളത്തിലെ 125 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രവാസികൾ, ആ പ്രവാസികൾ പറയുന്നത് കേൾക്കാൻ 3 ദിവസം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രവാസികളുടെ ഉറ്റ സുഹൃത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുകയാണ്. ഇരുന്നു കൊണ്ട് ഓരോ പ്രവാസികളും പറയുന്നത് നോട്ട് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന രീതിയിലേക്ക് ഇടപെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാസി ക്ഷേമത്തിന് ഇടതുപക്ഷം വരണമെന്നാണ് പ്രവാസികൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് വിവിധ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നോർക്കയും പ്രവാസി ക്ഷേമനിധിയും ലോക കേരള സഭയും അതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന 1ഉം 2ഉം പിണറായി സർക്കാരുകൾ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ പ്രവാസികളെ സംബന്ധിച്ചുള്ള ചരിത്ര നേട്ടങ്ങളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ LDF സർക്കാരുകൾ നടപ്പിൽ വരുത്തിയ പ്രവാസി ക്ഷേമ പദ്ധതികൾ സംരക്ഷിക്കപ്പെടുന്നതിനും വിപുലീകരിക്കുന്നതിനും കേരളത്തിലെ LDF സർക്കാർ തുടരണമെന്നും പ്രവാസി കോർഡിനേഷൻ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി CB ഇക്ബാൽ, പ്രസിഡന്റ് K സജീവ് കുമാർ, ട്രഷറർ സലീം മണാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുള്ള നഴ്സുമാർ